ഇത് മാസ് മോട്ടോർസ് ഇതാണ് നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടിയുടെ പ്ലഗിൻ്റെ ത്രെഡ് പോയിട്ട് നമ്മളതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. അപ്പോൾ സർവീസിന് കയറ്റി നമ്മളതിൻ്റെ പ്ലഗ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ അതിനുശേഷം പുതിയ പ്ലഗ് ഇടുന്ന സമയത്ത് പ്ലഗ് ത്രെഡ് പിടിക്കുന്നുണ്ട്, ടൈറ്റ് ആവുള്ള. അപ്പോൾ നമ്മൾ നോക്കുമ്പോണ്ടല്ലോ അതിൻ്റെ ഈ വരുന്ന ഭാഗം ഇവിടെയാണ് പ്ലഗ് വരാം. അപ്പോൾ അത് വരുന്ന ഭാഗം നമ്മൾ നോക്കിയപ്പോൾ വെറുതെ ഇപ്പോൾ നമ്മൾ പ്ലഗ് തള്ളി കയറ്റിയാൽ തന്നെ ഫ്രീ ആയിട്ട് കയറിയിരിക്കും ഈ ഒരു അവസ്ഥയിൽ. കാരണം ത്രെഡ് ശരിക്കും ത്രെഡ് ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ട്, പക്ഷേ ടൈറ്റ് ആവുള്ള കറക്റ്റായിട്ട്. അപ്പോൾ ഓൾറെഡി നമുക്കത് ലെയ്ത്തിൽ കൊടുത്തിട്ട് നമുക്ക് സ്ലീവ് ഇറക്കി വേണം അത് റെഡി ആക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് പ്രതീക്ഷിക്കാത്തൊരു കേസാണ്. വലിയ കൂട്ടത്തിൽ കൂടെ ഇപ്പോൾ നമ്മൾ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഇറക്കാമായിരുന്നു. ഈ കേസ് റെഡി ആക്കാതെ കൊണ്ട് ഇടാനും പ്ലഗ് നിൽക്കില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തെറിച്ച് വരുന്ന കണ്ടീഷനിലൊന്നും വരും, അത്രയ്ക്കും പ്ലഗില്ല. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും വളരെ ഫ്രീ ആയിട്ട് പോകണ്ട, ഫുൾ ടൈറ്റ് ആവുള്ളത് ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് നമ്മൾ ലെയ്ത്തിൽ കൊടുത്ത് ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ കാർബറേറ്ററൊക്കെ ഓൾറെഡി നമ്മൾ ക്ലീനിങ്ങിൻ്റെ കേസ് പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടത്തിൽ കൂടെ എന്തെങ്കിലും ചെയ്ത് കയറ്റാം. പക്ഷേ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമുക്ക് അത് അഴിക്കണമെങ്കിൽ പോലും നമുക്ക് എഞ്ചിൻ ഇതുമേ വണ്ടിയിൽ നിന്ന് ഇറക്കിയാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ അഴിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും ഈ പിസ്റ്റണിനൊക്കെ നല്ല രീതിയിൽ കരിയുണ്ട്, വാൽവുമൊക്കെ നല്ല രീതിയിൽ കരിയൊക്കെ ഉണ്ട്. ശരിക്കും ഡീകാർബണൈസിങ് ഒക്കെ ആയിട്ട് ചെയ്യേണ്ട കേസാണ്. പക്ഷെ നമുക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് മാത്രമേ ഉള്ളൂ, ഞാൻ അത് മാത്രമാണ് ചെയ്യണം കേട്ടോ. അല്ലാണ്ട് വേറെ ഇപ്പോൾ നമ്മളിത് അഴിക്കുമ്പോൾ ആ ഹെഡിൻ്റെ ഗ്യാസ്കറ്റ് റബ്ബർ കാര്യങ്ങളൊക്കെ മാറ്റിയിടണം. അത് കൂട്ടത്തിൽ എന്തെങ്കിലും ചെയ്തു വിടാം. ബാക്കിയത്തൊന്നും ചെയ്യണ്ട. ബാക്കിയത്തെ ഈ രീതിയിൽ തന്നെ പ്ലഗിൻ്റെ ത്രെഡ് മാത്രം റെഡിയാക്കിയിട്ടാണ് നമ്മൾ വിസിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ.